ജോർജ് കുട്ടിയെ രക്ഷിച്ച ആളെന്നുള്ള ഒരു നിലയിലാണോ അറിയത്തില്ല. പ്രേക്ഷകർ ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കഥാപാത്രമാണ്. വധു ഡോക്ടറാൻ്റെ ഷൂട്ടിന് ശേഷം ഈ മകൾ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഞാൻ ജയറാമേട്ടനായിട്ട് മുഖാമുഖം പിന്നെ കാണുന്നത്. പ്ലഗൊക്കെ വലിച്ചു പറിച്ചിട്ട് പിന്നെ തിരിഞ്ഞു വരുന്ന ഒരു സാധനമുണ്ട്. സീരിയൽ കണ്ടോണ്ടിരിക്കുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഈ തിരിഞ്ഞിരുന്ന കുറച്ച് ടൈം എടുത്ത് ചെയ്തോളാനൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് പോത്തൻ ഇതെടുക്കുന്നത്. മിക്കവാറും കുത്തിയിരിക്കാൻ ഇപ്പൊ പലർക്കും പാടാണ്. എന്റെ ഈ ശരീര പ്രകൃതി കൊണ്ടൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റും കൂടി വന്നതുകൊണ്ട് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അവിടെ ചെന്നത് എന്ത് കഴിയുമ്പോൾ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ മനുഷ്യനല്ലേ, ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകില്ലേ. ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമസ്കാരം. ന്യൂസ് അറ്റ് ടോസിന്റെ ടോക്ക് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ 30 വർഷം പൂർത്തിയാക്കിയ ഒരു നടനാണ് ജയശങ്കർ കാരിമുട്ടം. സ്വാഗതം ജയശങ്കർ ഏട്ടാ ടോക്ക് ഷോയിലേക്ക്. 31ാമത്തെ വർഷമാണ് അല്ലേ? എന്താ തോന്നുന്നത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ? സന്തോഷമാണ്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യങ്ങളാണ്. നടനാകുക എന്നുള്ള വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ധാരാളം സിനിമകൾ കാണുമായിരുന്നു, നാടകങ്ങൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു, അമച്വർ നാടക മത്സരങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുമായിരുന്നു, സിനിമകളൊക്കെ ധാരാളം കാണുമായിരുന്നു പഠനകാലത്ത്. അതൊരു സിനിമ തന്നെ ഒന്നിലധികം തവണ കാണുന്ന ശീലമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നിൽ അറിയാതെ സിനിമ ഉണ്ടായി വന്നതാണ്. എളുപ്പമല്ലേ ഈ 30 കൊല്ലം ഇതേപോലെ പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ? എളുപ്പമല്ല. കാരണം നമ്മൾ വളരെ എണ്ണത്തിൽ കുറച്ചാണ് ചെയ്യുന്നത്, ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പോൾ അതിനുള്ള ഒരു ചുറ്റുപാടൊക്കെ നമുക്കുണ്ടായിരുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റി. തുടക്കത്തിലെ ഈ പേരിൻ്റെ കാര്യം ചോദിക്കാം. ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ജയശങ്കർ എന്ന് പറഞ്ഞ മുഖം കണ്ടാൽ എല്ലാവർക്കും അറിയാം. ഈ പേര് ഒരുപക്ഷെ സജീവമായി ഇതിൻ്റെ ഉള്ളടക്കം സീരിയസ് ആയി ശ്രദ്ധിക്കുന്ന ആളുകൾക്കല്ലാതെ സാധാരണ സിനിമ എപ്പോഴെങ്കിലും കാണുന്ന ഒരാൾക്ക് മുഖം അറിയാം, പേരറിയില്ല എന്നൊരു പ്രതിസന്ധി ഉണ്ട്. ഇത് വാസ്തവമാണോ? അത് വളരെ ശരിയാണ്. എൻ്റെ പേര് പലർക്കും അറിയില്ല, സിനിമാക്കാർക്ക് തന്നെ അറിയില്ല. പിന്നെ ചിലർ ജയപ്രകാശ് എന്ന് വിളിക്കും, ജയകൃഷ്ണ എന്ന് വിളിക്കും, ജയശങ്കർ എന്ന് മാത്രം വിളിക്കത്തില്ല. എൻ്റെ പേരിന് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് തന്നെയല്ല, പിന്നെ ഈ കാര്യമുട്ടം ഞാൻ ചേർക്കാതെ അതിൻ്റെ ഫാമിലി നെയിമാണ്. അത് ചേർക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ജയശങ്കർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിലായാലും എല്ലാം വരുന്നത് തമിഴ് നടൻ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസാണ് കിട്ടുക. അപ്പോൾ പലർക്കും എൻ്റെ പേരും അറിയാൻ മേല. ഇനി അഥവാ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ എൻ്റെ ഒരു പ്രൊഫൈലിലേക്ക് എത്താൻ പറ്റാതെ വന്നിട്ട് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യമുട്ടം എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ജയശങ്കർ ജി എന്നാണ് എൻ്റെ ഇനിഷ്യൽ. ശരി, ജയശങ്കർ ജി ആണല്ലേ? ഗോവിന്ദൻ നായർന്നായിരുന്നു അച്ഛൻ്റെ പേര്. ശരിക്കും 94 ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്ന ഒരു ജയശങ്കർ ഉണ്ടല്ലോ. നമുക്കതിലെ സംഭവബഹുലമായ കഥ പറയാനുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് ജയശങ്കർ എന്ന് പറയുന്ന നടൻ്റെ വ്യക്തി ജീവിതം, ബാല്യകാലമൊക്കെ എങ്ങനെയായിരുന്നു? ബാല്യം ഞാനൊരു 4ാം ക്ലാസ് വരെ തിരുവനന്തപുരത്ത് ആര്യ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അച്ഛൻ ഏജീസിൽ ഓഫീസറായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ ബാല്യം. അതിനുശേഷം ഞാനൊരു 5ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയുടെയൊക്കെ കുടുംബം സ്ഥിതി ചെയ്യുന്ന മാടപ്പള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തി. ഈ ചങ്ങനാശ്ശേരിക്കടുത്ത മാടപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം. ഒരുപക്ഷെ മാടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് പിന്നീടുള്ള എൻ്റെ ജീവിതം ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ ഞാൻ തിരിഞ്ഞു പോയത്. തിരുവനന്തപുരം ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ മേഖലയിലേക്ക് പോലും ചിലപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് അവിടുത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. അച്ഛനോ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഏജീസ് ഓഫീസിലായിരുന്നു. അപ്പോൾ പൊതുവേ അവിടെ അവിടെ തന്നെ ഞാൻ പഠിച്ച് വളരുകയാണെങ്കിൽ കോളേജ് ലൈഫ് കഴിയുമ്പോഴത്തേക്ക് PSC എഴുതുക, അല്ലെങ്കിൽ സർക്കാരിലേക്ക് ഒരു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ധാരാളം സ്പേസ് ആയിരുന്നു എനിക്ക്. വലിയൊരു കുടുംബമാണ്. അപ്പം ധാരാളം പണിക്കാർ, ആനയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ആനക്കാർ, കൃഷിപ്പണിക്കാർ, എത്ര കാലം ഒരു 100 പേര് ഡെയിലി വീട്ടിൽ വന്നു പോകും. അപ്പം ഇവരുടെയൊക്കെ ഇടയിലേക്ക് ഞാൻ ഒരു സ്ഥിര സാന്നിധ്യമായപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ആൾക്കാരുമായിട്ട് ഭയങ്കര ആൾക്കാരുടെ ഇടയ്ക്കെന്നല്ലാതെ മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രകൃതമായി. പിന്നെ ഇവിടെ കൽപ്പന എന്ന് പറയുന്ന ലൈബ്രറി, ആർട്സ് ക്ലബ്ബ്,
അപ്പോൾ അവിടെയൊക്കെ ഉള്ള സഹകരണവും ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ പെരുമാറ്റ രീതികളും ഇതൊക്കെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. സിനിമയിൽ വേഷം ചെയ്യാൻ എന്നെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അങ്ങനെ. അമ്മ വർക്കിംഗ് ആയിരുന്നു? അല്ല, അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു. അപ്പോൾ ഈ ഇവിടെ തിരിച്ചു വന്നിട്ട് അച്ഛൻ നിങ്ങളെയും കൊണ്ട് ഇങ്ങ് വന്നതിന് ശേഷം വിദ്യാഭ്യാസം ഇവിടെയായി ഈ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങണ്ടല്ലേ ക്ലബ്ബുകളിൽ? അതെങ്ങനെയാ ആ കാലം? അത് ഇവിടെ കൽപ്പന പബ്ലിക് ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോഴും അത് അതേ മൊമെൻറ്റത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ കൽപ്പനയ്ക്ക് എല്ലാ വർഷവും ഓണാഘോഷത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ, നാടകം ഒക്കെ എല്ലാ കൊല്ലവും സ്ഥിരമായിട്ട് നടത്തുക. അപ്പോൾ അത് അവിടുത്തെ അംഗങ്ങൾ തന്നെ ഒന്നുകിൽ എഴുതും, അല്ലെങ്കിൽ നല്ല നാടകങ്ങൾ വലിയ എഴുത്തുകാരുടെയൊക്കെ എടുത്തിട്ട് അവർ തന്നെ അഭിനയിക്കും, സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും ഓണത്തിനൊരു നാടകം അങ്ങനെ. അപ്പോൾ അത് ഇടക്കാലത്തൊന്നും സജീവമല്ലാതിരുന്നു. പിന്നീട് എൻ്റെയൊക്കെ ഞാനിവിടെ കോളേജ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ അത് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിച്ചത്. കോളേജ് ചങ്ങനാശ്ശേരി NSS ചങ്ങനാശ്ശേരി NSS. അപ്പോൾ എൻ്റെ ഒരു പ്രീ ഡിഗ്രി അപ്പം സ്കൂൾ തൊട്ട് ഞാൻ നാടകം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഈ നാടകത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ആൾക്കാർ സ്ട്രോങ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കൽപ്പന ഒരു നാടകം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മാവനൊക്കെ അതിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരവിടെ നോട്ടീസ് ബോർഡിൽ ആദ്യമായിട്ട്, മറ്റേന്ന് പറഞ്ഞാൽ അവർ എന്നും സഹകരിക്കുന്നവർ തമ്മിലൊക്കെ തീരുമാനിച്ച് നടന്മാരെയൊക്കെ തീരുമാനിച്ച് അങ്ങ് നാടകം ചെയ്യലായിരുന്നു. ഒരു ഇച്ചിരുടെ മികച്ച രീതിയിൽ ചെയ്യണം, നല്ലൊരു രീതിയിലാകണമെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നേരത്തെ ഉള്ളവരല്ല, അതിൻ്റെ ചെറുപ്പക്കാർ പിള്ളേർ വന്നവരെല്ലാം കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നാടകം ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവർ നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ഇട്ടു. നാടകം അഭിനയിക്കാൻ താല്പര്യമുള്ള അംഗങ്ങൾ പേര് കൊടുക്കണം, അതിനകത്തൊന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എടാ നിനക്ക് നാടകത്തിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. അപ്പം ചോദിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ഥിര സിനിമ കാണുന്നുണ്ടെന്ന് അമ്മാവൻ അറിയാം. ഈ കോളേജിൽ പോകുമ്പോഴും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ. അന്ന് ഷിഫ്റ്റാണ്, ഞങ്ങൾക്ക് ധാരാളം പിള്ളേരുള്ളതുകൊണ്ട് NSSൽ ഷിഫ്റ്റാണ്. രാവിലെ ഒരു ബാച്ച്, ഉച്ചയ്ക്ക് ശേഷം വേറൊരു ബാച്ച്. അപ്പോൾ ഈ രാവിലത്തെ ബാച്ചാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ഉച്ച കഴിയുമ്പം മാറ്റിനിയുടെ സമയമായിരിക്കും. ഞാൻ ഒരു സിനിമ കണ്ടിട്ടേ വീട്ടിൽ വരത്തുള്ളൂ. വീട്ടിൽ വരണമെന്ന് പറയത്തില്ല അതിന്. അതിനൊന്നും മറ്റ് പ്രശ്നങ്ങളില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സിനിമ കാണുകയും ഈ ഡയലോഗ് പറയലും ഒക്കെ അമ്മാവനൊക്കെ കേട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ പേര് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പേര് കൊടുത്തു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരൊരു നാടകം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കാസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ്. പക്ഷേ അതിനകത്ത് അവർ വണ്ണമുള്ള ഒരാളിനെ കാസ്റ്റ് ചെയ്തിരുന്നു വേറൊരു വേഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അവരൊക്കെ ഈ അഭിനയത്തിൽ അത്ര പോരാഴിക അവർക്കൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പോരാഴികളുണ്ടൊക്കെ. അപ്പോൾ ആ രൂപം കൊണ്ട് മാത്രം ആ ക്യാരക്ടറിന് യോജിക്കുന്ന ഒരാളെ അവർ സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ആ പോർഷൻ തന്നിട്ട് അത് റൗഡിയുടെ വേഷമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വലിയ വ്യത്യാസങ്ങളില്ലെങ്കിലും അത്യാവശ്യം ഒരു റൗഡിയുടെ ഫീലൊക്കെ കിട്ടുന്ന ഒരു വണ്ണമുള്ള ഒരാളായിരുന്നു ചെയ്യാനിരുന്നു. അപ്പോൾ ഇവരെനിക്ക് ആ പോർഷൻ തന്നിട്ട് അതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരുടെ രീതി എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിനനുസരിച്ചിട്ട് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സംവിധാനം ചെയ്ത രാജപ്പൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനല്ല ജയശങ്കർ, അത് ചെയ്യും, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന്, അല്ലെങ്കിൽ തിരുത്തണമെങ്കിൽ ഞാൻ പറയാമെന്ന്. അങ്ങനെ ഒരു കുറച്ച് പോർഷൻ എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ട് എല്ലാവരും നിന്നു, മറ്റ് ക്യാരക്ടറും നിന്നു. എന്നിട്ട് ഒരാൾ ഡയലോഗ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡയലോഗ് ഞാൻ പ്രസൻറ്റ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ആയി. അപ്പോൾ അവരൊന്ന് ജയശങ്കർ ഇതാണ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. പിന്നീട് ആ നാടകം അത് വൻ വിജയമായിരുന്നു. നല്ല രീതിയിൽ ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഈ നാടകം തന്നെ സെയിം പിന്നെ ഞങ്ങൾ പഞ്ചായത്ത് മേളകളൊക്കെ സജീവമായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം. പിന്നെ ആ നാടകം കൊണ്ട് ഞങ്ങൾ പോയി ജില്ലയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. പഞ്ചായത്ത് ഫസ്റ്റായിരുന്നു, ബ്ലോക്ക് ഫസ്റ്റായിരുന്നു, അങ്ങനെ ജില്ലയിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പരിമിതികളുണ്ടായിരുന്നു. മീൻസ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഈ ലൈബ്രറിയുടെ ഫണ്ടിൽ നിന്നൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും വലിയ പ്രൊഫഷണൽ തിയേറ്റേഴ്സ്, മത്സര നാടകങ്ങൾ സ്ഥിരം കളിച്ചു വരുന്ന സാമ്പത്തികമായിട്ടൊക്കെ ലൈറ്റും ഒക്കെ മേടിച്ച് ഗംഭീരമായ ട്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല. പക്ഷേ ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്ന് ആർട്ടിസ്റ്റിക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര അപ്ലോസ് കിട്ടി. അപ്പോൾ അത് കണ്ട് ബാബു ജനാർദ്ദൻ എന്ന് പറഞ്ഞ രചയിതാവ്, സംവിധായകൻ, അദ്ദേഹം കൽപ്പനയിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ്. ശരി. അപ്പോൾ അങ്ങനെ അദ്ദേഹം അച്ഛനുറങ്ങാത്ത വീടൊക്കെ എഴുതിയ വാസ്തവം എഴുതിയ. അപ്പം ബാബു എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ചങ്ങനാശ്ശേരി തന്നെ നിസാർ എന്ന് പറഞ്ഞ സംവിധായകൻ, സുധീനുമൊക്കെ ചെയ്ത് നിസാറിക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ഒരു 6 എപ്പിസോഡുള്ള ഒരു സീരീസ് അദ്ദേഹം ചെയ്യുന്ന ഒരു സമയമാണ്. അതിൽ ഞാനൊരു വേഷം ചെയ്തു.
അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു സുദിനത്തിന് കെ ഹരിദാസ് മരിച്ചുപോയി. ആ അദ്ദേഹത്തിൻ്റെ വധു ഡോക്ടറാണെന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അത് ശരി. ഇനി നിസാർക്കയും ബാബു ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിനകത്തൊരു വേഷം. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. 94 വധു ഡോക്ടറാണ് വരുന്നല്ലേ. ഈ വധു ഡോക്ടറാണ് സിനിമയിലേക്ക് വരുമ്പം ഈ ക്ലബ്ബിലെ നാടകവും മറ്റ് നാട്ടിലെ ലൈബ്രറി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് അച്ഛൻ എങ്ങനെയാണ്, വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ഈ കലാപ്രേമം പിന്തുണയോടുകൂടി നിന്നിരുന്നവരും? ഞാൻ നാടകം ചെയ്യുമ്പോഴൊക്കെ ലൈബ്രറിയുടെ നാടകങ്ങളാണല്ലോ, അപ്പോൾ അതിനകത്തൊന്നും എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, പറയാൻ കാരണം വെച്ചാൽ 90കളിലൊക്കെ ഈ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന, അവരുടെ പോക്ക് ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ കൃത്യമായി പ്ലാനുള്ള രക്ഷിതാക്കളായിരുന്നു. പ്രത്യേകിച്ചും AG's ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു രക്ഷിതാവും കൂടി അവിടെ ചോദിച്ചാൽ അച്ഛൻ അങ്ങനെ ആശങ്കയൊന്നും ഇല്ലായിരുന്നില്ല. അച്ഛൻ കവിതയൊക്കെ സ്ഥിരം, എൻ്റെ കവിതയോടുള്ള എൻ്റെ ആഭിമുഖ്യം എന്ന് പറയുന്നത് അച്ഛനെ കുഞ്ഞിലെ എടുത്തുകൊണ്ട് ഇങ്ങനെ തോളത്ത് ഇങ്ങനെ കാലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പോൾ അന്നേരമല്ല ഈ കവിതകൾ പാടുമായിരുന്നു അച്ഛൻ. അച്ഛന് സാഹിത്യവും വലിയ ഇഷ്ടമായിരുന്നു, കണക്കും അച്ഛൻ അതുപോലെ ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം ധാരാളം കവിതകളോടുള്ള എൻ്റെ ആഭിമുഖ്യം എന്ന് പറയുന്നത് അച്ഛൻ ഇങ്ങനെ പാടി കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കവിതകൾ. അങ്ങനെ ഞാൻ കവിതകൾ ധാരാളം വായിക്കുകയും അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ നാടകത്തിൽ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. ഓഫീസിലൊക്കെ അവർ നാടകം എടുത്തപ്പോഴൊക്കെ അച്ഛൻ അതിനകത്തൊക്കെ വേഷമൊക്കെ ചെയ്ത സ്റ്റില്ലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോസൊക്കെ. അതുകൊണ്ട് അതിനോടൊന്നും വലിയ താല്പര്യക്കുറവുള്ളൊന്നും ആളാണ്. ഈ വധു ഡോക്ടറാണ് സിനിമയിൽ അഭിനയിക്കാൻ പോയി. സിനിമ നമുക്കറിയില്ലല്ലോ എന്താണ്, അതിന് മുന്നേ സിനിമയിൽ വേറെ തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? സിനിമ അത് അതിനകത്തൊരു ക്യാരക്ടർ വന്നു, അത് അങ്ങനെ പോയി ഞാൻ ചെയ്തു. അപ്പോഴും ഞാൻ സിനിമ എൻ്റെ പ്രൊഫഷനാകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് അപ്രാപ്യമായ ഒരു മേഖലയായിട്ടാണ്. കാര്യം എനിക്കിങ്ങനെ ഇവരുമായിട്ടൊന്നും പരിചയമില്ല. ആകെപ്പാടെ അറിയുന്നത് ബാബുവിനെയൊക്കെ ഇവിടെ ലൈബ്രറി വെച്ച് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ഇതൊരു വലിയ മേഖലയാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബാബു എന്നെ കൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് കൊണ്ട് ചാടിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും പറയാറ്. ആ സിനിമ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും, അവിടുന്ന് ഇവിടത്തേക്കുള്ള ഒരു യാത്ര. അത് കഴിഞ്ഞിട്ട് സ്ഥിരം സിനിമകളൊന്നുമില്ല, എന്നാലും ഇടയ്ക്കും പഴയ്ക്കൊക്കെ നിസാർക്കയുടെ പടങ്ങളുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഒരു പ്രധാന ഒരു പോയിന്റിലേക്ക് എത്തുന്നത്? വധു ഡോക്ടറാണ് ചെയ്ത സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് സിനിമകൾ, പിന്നെ 3 Men Army, അങ്ങനെ നിസാർക്കയുടെ കുറച്ച് പടങ്ങൾ ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ അന്നത്തെ എൻ്റെ പാറ്റേൺ ഓഫ് ആക്ടിങ് അന്ന് സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത് ആദ്യം നാടകക്കാർക്ക് ഭയങ്കര ഒരു പ്രോമിനൻസ് മലയാള സിനിമയിലുണ്ടായിരുന്നു. പിന്നീട് അത് മിമിക്രിക്കാരുടെ ഒരു പ്രോമിനൻസായി. നിങ്ങൾ വരുമ്പോൾ ആ കാലമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഈ ഞാൻ മിമിക്രിയുടെ ആളല്ലാത്തത് കൊണ്ട് അവരുടെ ആ ഒരു ഫ്ലോ ഒന്നും നമുക്ക് ഈ അവരുടെ ആ കോമഡിയുടെ ആ ഒരു ഇതൊന്നും എനിക്ക് പെട്ടെന്ന് വരില്ല. അപ്പോൾ അതൊരു അന്ന് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ അത്ര വലിയ സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ലായിരുന്നു അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ വളരെ അവസരങ്ങൾ കുറവായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ തലപ്പാവൊക്കെ ഞാൻ നല്ല വേഷം ചെയ്ത സിനിമ, ക്യാരക്ടർ റോള്. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ചിലപ്പോൾ ക്യാരക്ടർ വേഷത്തിന് ചിലപ്പം പരിഗണിക്കുമായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനൊന്നും പരിഗണിക്കപ്പെട്ടില്ല. പടം ശ്രദ്ധിക്കപ്പെടാഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കൂടുതലും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആമേൻ എന്ന് പറഞ്ഞ സിനിമ, അതൊരു രണ്ടാം ഘട്ടമായി അല്ലേ, സിനിമയിലെ രണ്ടാം ഘട്ടം. അതെ, അതിനു മുമ്പ് ഞാൻ ലിജോയുടെ തന്നെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ബാബു എഴുതിയതാണത്. അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. പക്ഷെ ആ പടവും തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല വലുതായിട്ട് അന്നത്തെ കാലത്ത്. പിന്നീട് ഭയങ്കര അഭിപ്രായങ്ങൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും തിയേറ്ററിൽ നിൽക്കാവുന്നതുകൊണ്ടായിരിക്കും എനിക്ക് പിന്നെയും അവസരങ്ങളൊന്നും അങ്ങനെ ലഭിക്കുകയൊന്നും ഉണ്ടായില്ല. ആമേനിലാണ് പിന്നെ വിഷക്കോൽ എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ? ആമേൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കാം എന്നുള്ളൊരു തീരുമാനമാകുന്നത്. മീൻസ് അതുവരെ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. മോശമല്ല, അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് കരിയർ ഉണ്ടാക്കാൻ അത് പോരായിരുന്നു. ഈ ആമേനിലേക്ക് പോകുമ്പം, അഭിനയിക്കാൻ പോകുമ്പം മനസ്സിൽ ധാരണ ഉണ്ടായിരുന്നോ കഥാപാത്രത്തെക്കുറിച്ച്? എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ ആര് ചെയ്യുന്നു എന്ന് അവിടെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ചെല്ലുന്നത്. എനിക്കതിനകത്ത് വേറെ എന്തോ ഒരു വേഷമാണ് ലിജോ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് അവരെ എന്തോ അസൗകര്യങ്ങൾ കാരണം അവരിലേക്ക് ഒന്നും ചെന്നില്ല, അവർക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വേറെ 3-4 പേരവിടെ പകരക്കാരായിട്ട് ഇങ്ങനെ പരിഗണിക്കപ്പെട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലും. അപ്പോൾ പക്ഷെ ഞാൻ ചെന്നൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവെ എല്ലാവരും
ഈ ചർച്ചയായിരുന്നു, ഈ ക്യാരക്ടർ അവിടെ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ വിഷക്കോല് പാപ്പി. അപ്പോൾ അങ്ങനെ ഈ വിഷക്കോലിൻ്റെ ഒരു അതുവരെയുള്ള ജയശങ്കർ ഇപ്പം നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അതുവരെ വന്നതിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനൊക്കെ നമ്മൾ വ്യത്യസ്തമായൊരു ശൈലി കാണുന്നുണ്ട്. ഇപ്പോൾ അതും മുന്നേയുള്ള കാലം നേരത്തെ പറഞ്ഞ പോലെ മിമിക്രിക്കാരുടെ ഒരു കാലമാണ്. ശബ്ദം കൊണ്ടും ചിലപ്പം ഒരു നോട്ടം കൊണ്ടൊക്കെയാണ് അവരുടെ അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ മസിൽ കൊണ്ട് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും മുഖത്തെ പേശികളുടെ ചലനങ്ങൾ, ചില ചിരി അല്ലേ, ഒരു പാര വെക്കുന്ന ഒരാളുടെ ഒരു മാതൃകാ രൂപമായി വിഷക്കോൽ പാപ്പി മാറുകയാണ്. അത് എന്തെങ്കിലും പ്രത്യേകമായ തീരുമാനം ഉണ്ടായിരുന്നോ? ആലോചിച്ച് തീരുമാനിച്ചാണോ? ആ അഭിനയ ശൈലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവം എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയാണ്? അല്ല, ചിരി അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അത് ലിജോ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തതാണ്. അത് ശരി. ബാക്കി ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മാടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു വൈവിധ്യമാർന്ന ഒരു ഗ്രാമമാണ്. എല്ലാത്തരം ആൾക്കാരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ പലരുടെയും മാനർസങ്ങളൊക്കെ ചിലപ്പോൾ എന്നിൽ വന്നിട്ടുണ്ടാവും. ചിരി എന്ന് പറയുന്നത് മനഃപൂർവ്വം അത് ആക്കി ഒരു ചിരി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിരി വേണം എന്നുള്ളത് ലിജോയുടെ സജഷൻ. ഒരു മണി അടിക്കും അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. അത് ലിജോ അപ്പോൾ എനിക്കത് അങ്ങനെ കൺവിൻസ് ചെയ്തു തന്നു. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ചെയ്തു വന്നതാണ്. പിന്നെ ഇരിപ്പൊക്കെ ഉണ്ട്. അതെൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, ഈ ചേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് ഇരിപ്പുണ്ടല്ലോ, മിക്കവാറും കുത്തിയിരിക്കാൻ ഇപ്പോൾ പലർക്കും പാടാണ്. എനിക്ക് എൻ്റെ ഈ ശരീരപ്രകൃതി കൊണ്ടൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റും കൂടി വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പക്ഷേ സാധാരണ പറമ്പിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെടികളുടെ പരിപാടിയോ എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് പോയാലും എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചില സിനിമയിലൊക്കെ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് ഇരിപ്പുണ്ടല്ലോ, അത് ആ ഇരിപ്പ് ഇരുന്നോളാൻ പറയും ചിലത്. അങ്ങനെ ഒരു നാടൻ ജീവിതത്തിൻ്റെ അംശം അതിനകത്ത് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് എനിക്കൊത്തിരി ഞാൻ പറഞ്ഞല്ലേ മാടപ്പള്ളിയോട് ഭയങ്കര കടപ്പാടാണ്. കാരണം എന്ന് വെച്ചാൽ മാടപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഞാൻ ജീവിച്ചു വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പല ക്യാരക്ടേഴ്സും എനിക്ക് തെറ്റില്ലാതൊക്കെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ വിഷക്കോല് പിന്നീട് ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് വെച്ചാൽ അത് മലയാളികൾക്ക് ഉള്ളിൽ തട്ടിയൊരു കഥാപാത്രമാണ്. എങ്ങനെ വെച്ചാൽ പ്രത്യേകിച്ചും സാമൂഹ്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പുറമേ കാണുന്ന പളവളപ്പിനകത്തിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ, സിനിമയിൽ തന്നെ, അല്ലെങ്കിൽ വിവിധ സാഹിത്യത്തിലൊക്കെ എങ്ങനെയുണ്ട്. അത് പിന്നെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം ഇന്ന് വരെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും ആരെങ്കിലുമായിട്ട്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? ആ കഥാപാത്രം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് എഴുതിയ റഫീഖൊക്കെയാണ്, അവർക്കൊക്കെ അത് കൃത്യമായിട്ടും അത് മനസ്സിലുള്ളത് കൊണ്ടാവുമല്ലോ അവരങ്ങനെ ആ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുത്തത്. നമുക്ക് പലരെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അതെ, പലയിടത്തും ഉണ്ടത്. അപ്പോൾ എന്നോട് പക്ഷേ എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു വെറുപ്പോടെയല്ല പ്രേക്ഷകൻ സ്വീകരിച്ചത്. ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തോ എന്നോടൊരു താല്പര്യം ജനത്തിനുണ്ടായിരുന്നതുകൊണ്ടാണോ അതോ ഇനി അത് ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഇതുകൊണ്ടാണോ ഒരു ചിരിയോട് കൂടിയുള്ള ഒരു ദേഷ്യം മാത്രമേ അതിനകത്ത് ആൾക്കാർക്ക് എൻ്റെ ഫീൽ ചെയ്തുള്ളൂ. അതുപോലെ ഈ ക്യാരക്ടേഴ്സ് ഇപ്പം വില്ലൻ വേഷമൊക്കെ ചെയ്യുന്നവരൊക്കെ ഒരു വെറുപ്പ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. എന്നാലും ചിലരെയൊക്കെ വില്ലൻ വേഷം ചെയ്യുന്നത് ഇപ്പം രാജേട്ടനൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു വില്ലൻ വേഷം ചെയ്യുമ്പോഴും. അങ്ങനത്തെ ഒരു ഇഷ്ടം എന്തോ ഒരു ഇത് ജനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നോട് ഭയങ്കര കാര്യമായിട്ടാണ് ഇതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളത്. ആമേന് ശേഷം ലിജോന്റെ ജല്ലിക്കെട്ടിലും ഉണ്ടായി. ലിജോന്റെ സിനിമകളിൽ ഒരു പ്രത്യേക സാന്നിധ്യമായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ? 2-3 പടം ഞാൻ ചെയ്തു. സിറ്റി ഓഫ് ഗോഡ് നല്ല വേഷമായിരുന്നു. അദ്ദേഹത്തിന് അത് വലിയ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ ഏതാ അതിൻ്റെ നമ്മുടെ യാത്രയിലിടയിൽ വരുന്ന സിനിമ? വിഷക്കോല് കഴിഞ്ഞാൽ ശരിക്കും പ്രേമത്തിനകത്ത് ഞാനൊരു ചെറിയൊരു പ്യൂണിൻ്റെ വേഷം. അത് പക്ഷേ ശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു അല്ലേ? എൻ്റെ അടുത്ത് ഇപ്പോഴും നമ്മളെവിടെയെങ്കിലും ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇതെല്ലാം പറയും. അമേൻ പറയും, വിഷക്കോൽ പാപ്പിയുടെ ക്യാരക്ടർ പറയും, അതുപോലെ തന്നെ പ്രേമത്തിനകത്തെ ക്യാരക്ടർ എടുത്ത് പറയും, പിന്നെ മഹേഷിൻ്റെ പ്രതികാരം, പിന്നെ ഞാൻ പ്രകാശൻ സത്യേട്ടൻ്റെ ഞാൻ പ്രകാശിനകത്തെ ക്യാരക്ടറും എടുത്തു പറയും. പൊതുവെ കുറച്ച് ഭാഗ്യം ഉണ്ടായി, കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. മഹേഷിൻ്റെ പ്രതികാരത്തിലേക്ക് വന്നാൽ ഇപ്പോഴും നമ്മൾ ഈ സ്കൂളുകളിൽ ദേശീയഗാനം ജനഗണമന ചൊല്ലുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ നമുക്ക് ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ കഥാപാത്രം എങ്ങനെയാണ് വന്നത്? അതിലേക്ക് പോയത് എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീഷ് നായർ എന്ന് പറഞ്ഞിട്ട് ഡമാർ പടാർ എന്ന് പറഞ്ഞ
ആ ഒരു സിനിമ സംവിധാനം ചെയ്തു. ഇപ്പോൾ ലവ്ലി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. ആ അത് ആ സിനിമയിൽ എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു. ആ അപ്പോൾ ആ സിനിമ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ദിലീഷ് പോത്തൻ. ആ അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നൊരു 2-3 ദിവസം കിടന്നു. ആ അപ്പോൾ അന്ന് അവിടെ ഒരു കോളനി ഉണ്ടല്ലോ, അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയമൊക്കെ ഉള്ള ചെങ്കാച്ചൂർ, അവിടെ നഗർ. അപ്പോൾ അവിടെയായിരുന്നു ഷൂട്ട് അന്നുണ്ടായിരുന്നു. ആ ശരി. അപ്പോൾ എനിക്കൊരു ക്യാരക്ടർ വെച്ചിട്ട് ഇവരെന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി 3-4 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. പകലത്തൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി അവിടെ 9:30 ആകുമ്പോൾ ഒരു 9 മണി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മാറിക്കൊടുക്കണം. ശരി. ഭയങ്കര ഉടക്കും ബഹളമൊക്കെ നമുക്കൊരു രക്ഷയില്ലാത്ത കേസ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് ഞാൻ ചെന്ന് മേക്കപ്പൊക്കെ ഇടും, കോസ്റ്റ്യൂമൊക്കെ മാറും. പക്ഷേ അവിടെ അന്നേരത്തേക്ക് ഈ ബാക്കി ഷോർട്സ് വർക്ക് തീരാതെ വന്നിട്ട് ഇത് 9 മണി ആയി പോകും. അതൊരു എല്ലാ ദിവസവും ഞാൻ തിരിച്ചു പോരും. അപ്പോൾ അവർക്ക് പിന്നെ ലാസ്റ്റ് ഇവർ ഷിഫ്റ്റ് ചെയ്യുക അവിടുന്ന് കോഴിക്കോടേക്ക്. അപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് കോഴിക്കോട് എടുക്കാം, ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് അവിടുന്ന് ഞാൻ തിരിച്ചു പോകും. അപ്പോൾ പിന്നെ അവർക്ക് സംശയമായി ഞാൻ ചെന്ന് ഇനി കോഴിക്കോട് എന്നെ വിളിക്കുമ്പോൾ ആ ഡേറ്റ് കറക്റ്റ് ആയിരിക്കുമോ, എന്നെ കിട്ടുമോ അവർക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഇവിടുന്ന് ചെന്നു, ജസ്റ്റ് കുറച്ച് നേരം മതിയായിരുന്നു, അവസാനം ചെയ്തു തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിചയം ദിലീഷ് പോത്തനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോത്തൻ ആദ്യം പടം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ക്യാരക്ടർ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് എന്നെയാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണിൽ കൂടെ തന്നെ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫോണിൽ കൂടെ തന്നെ ചിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം പോത്തൻ എൻ്റെ അടുത്ത് അന്നേരം ഞാൻ ചെറിയതായതുകൊണ്ട് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ധാരണ സംശയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവരോട് പറഞ്ഞു ഞാനൊരു 10 സീനൊക്കെ ഉള്ളൊരു സാധനമാണ് ഉദ്ദേശിച്ചിരുന്നത്, പിന്നെ അത് നമ്മൾ എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചെറുതായിപ്പോയി ആ ക്യാരക്ടർ. അപ്പോൾ ഇത് ചെയ്തോ, ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്, ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് സാധനമായിരിക്കും അത് പറഞ്ഞു. അപ്പോൾ ഇത് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുപോയി. അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ ഒരു നാടൻ ജീവിതമുണ്ട്. ഇപ്പം ഈ നമ്മൾ പറഞ്ഞ രംഗത്തിനപ്പുറത്ത് ആ വീട്ടിൽ പോയിട്ടുള്ള പ്രകടനമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ? അത് എങ്ങനെയാണ് അങ്ങനെ ഒരു നിരീക്ഷണത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ ഒന്നായിരിക്കും? അല്ല, കുറച്ചൊക്കെ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിന്. അത് ശരി. ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ട് അവിടെ. അത് എടുക്കുന്ന സമയത്ത് എഴുത്തുകാരനും ശ്യാമും ഉണ്ട് അവിടെ. അപ്പോൾ അവർ പോത്തൻ അതെനിക്ക് കൃത്യമായിട്ട് ഇന്നതായിരിക്കണം അതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ടൈം എടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. അതിനനുസരിച്ച് ഇവരുടെ ബാക്കി വിഷ്വൽസൊക്കെ നമ്മുടെ ഇത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കത്തുള്ളൂ. ഡയറക്ടറുടെ ഒരു ഇതുണ്ടല്ലോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനീ ഇത് കഴിഞ്ഞിട്ട് പ്ലഗൊക്കെ വലിച്ചു പറിച്ചിട്ട് പിന്നെ തിരിഞ്ഞു വരുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഈ തിരിഞ്ഞിരുന്ന കുറച്ച് ടൈം എടുത്ത് ചെയ്തോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് പോത്തൻ ഇതെടുക്കുന്നത്. നമ്മൾ ആർട്ടിസ്റ്റിനെ പേടിപ്പിച്ചൊക്കെ ഉള്ളൊരു സാധനം. ഞാൻ പണ്ട് ഈ 94 മുതൽ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിപ്പീരും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് ഭയങ്കര കംഫർട്ടായിട്ട് നിർത്തിയിട്ടല്ലേ ഈ മുഖത്തൊന്നും എന്തായാലും കിട്ടത്തുള്ളൂ. പേടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇവർ ഭയങ്കര തലമുറയുടെ മാറ്റമല്ലേ? തലമുറയുടെ മാറ്റമാണ്. ഇപ്പോൾ എല്ലാവരും അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ, മറ്റേ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ പഴയ സ്കൂൾ വന്ന കാരണം ഫാസ്റ്റായിട്ടെല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് അതിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കൂടെ കിട്ടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിനകത്തും നല്ല ഇത് വരും. എന്ത് വേണമെന്നുള്ള അവർക്ക് ഊറ്റിയെടുക്കാൻ അവർക്ക് ഗംഭീരമായിട്ട് അറിയായിരുന്നു. അപ്പം അത്രയും കംഫർട്ടബിളായിട്ട് ആർട്ടിസ്റ്റുകളെ നിർത്തി ചെയ്യിക്കുന്ന ഒരാളാണ് പോത്തൻ ശ്യാമൊക്കെ. അതിലെ ആ നടത്തം വ്യത്യസ്തമാണ്. ഞാൻ ആ നടത്തം പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഓട്ടം, മറ്റേ ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയിലല്ലേ, ഒരുത്തിക്കകത്ത് 10-15 ദിവസം ഓട്ടം തന്നെ. നവ്യനാരുടെ ഊപ്പോട് വന്നു. അത് നല്ല കഥാപാത്രമായിരുന്നു. നല്ല കഥാപാത്രം എന്ന് വെച്ചാൽ നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടം തന്നെയാണ് 10-15 ദിവസം. അതെ അതെ. എറണാകുളം മുഴുവൻ ഓടി തീർത്തി ഞങ്ങൾ. അതെങ്ങനെയായിരുന്നു ആ സിനിമ ചെയ്യുമ്പം? VK പ്രകാശ് ആയിരുന്നില്ലേ? അതെ അതെ അതെ. അതും ഇതുപോലെ വേറെ ആരോ ചെയ്യാനിരുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇത് ബൈക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ വേണമായിരുന്നു. കാര്യം ഈ മാല തട്ടിപ്പറിച്ചിട്ട് പോകുന്നതൊക്കെ ബൈക്ക് സ്റ്റണ്ട് കുറച്ചുണ്ട് അതിനകത്ത്. ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കുറേയൊക്കെ കട്ട് ചെയ്തു. പക്ഷേ ഞാനത് ഡൂപ്പില്ലാതെ തന്നെ ഞാൻ തന്നെ ഡ്രൈവിംഗ് കുഞ്ഞിലോട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് മാഷ് അദ്ദേഹം മരിച്ചുപോയി. പുള്ളി ശരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പുള്ളിക്ക് കൂട്ടുന്നത്. അത് ധൈര്യമായിട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആവേശം മൂത്ത് നമ്മൾ കയറി ചെയ്യും. അത് ശരിക്കും ബൈക്കിൻ്റെ ഡ്രിഫ്റ്റിങ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ എല്ലാം അതിനകത്ത് ഇട്ടിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളുണ്ട്.
പിന്നെ നമ്മൾ സത്യനന്ദിക്കാണ്ട് 2 ക്യാരക്ടർ ശ്രദ്ധേയമായതാണ്. ഞാൻ പ്രകാശൻ, മകൾ. ഈ ഞാൻ പ്രകാശൻ ആണല്ലോ ആരംഭം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഈ വ്യത്യസ്ത തലമുറയിൽ വ്യത്യസ്ത ശൈലിയുള്ള സംവിധായകരുടെ കൂടെയാണ് അതുവരെ പ്രവർത്തിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു സത്യനന്ദിക്കാണ്ട് കൂടെയുള്ള അനുഭവം? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെറിയ വേഷങ്ങൾ ചെയ്ത് വധു ഡോക്ടറാണ് തൊട്ട് തുടങ്ങി ഇങ്ങനെ ചില വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പളുങ്കിനകത്ത് നല്ല വേഷമായിരുന്നു, മമ്മൂക്കയായിട്ട്. പിന്നെ ഭ്രമരം ലാലേട്ടനുമായിട്ട് കോമ്പിനേഷനുള്ള സാറിൻ്റെ തന്നെ പടമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്തു വന്നപ്പോൾ തലപ്പാവൊക്കെ ചെയ്ത് നല്ല ക്യാരക്ടർ വേഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ വേഷങ്ങളായപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പലരും സജസ്റ്റ് ചെയ്തിരുന്നു ഈ സത്യനന്ദിക്കാട് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ മേലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഈ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഷൈയും ഞാൻ കുറച്ച് ഇൻഫീരിയറാണ്. അപ്പോൾ അങ്ങനെ പറ്റിയില്ല. അങ്ങനെ ഇനി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നോ എനിക്കറിയാൻ പാടില്ല. കുറച്ച് അന്തർമുഖനാണ്, അപ്പോൾ അതിൻ്റേതായ ചില കുഴപ്പങ്ങൾക്കാണ് എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതിനകത്തൊന്ന് എങ്ങനെയോ വിളി വന്നു. അങ്ങനെ ഞാൻ ചെന്ന് ശരിക്കും അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ ജയശങ്കറിനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പാറ്റേൺ ഇഷ്ടമാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് തന്നെ വലിയ കാര്യമായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മകൾ എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ 2 സിനിമയാണ് ഞാൻ ചെയ്തത് അദ്ദേഹത്തിന്. മകളിൽ നല്ല രസമുള്ള കഥാപാത്രമായിരുന്നു അല്ലേ? ആയിരുന്നു, നീണ്ട കഥാപാത്രം. അത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് മറ്റേ കുറച്ച് വൃത്തൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു താടിയൊന്നും എടുക്കണ്ട, കുറച്ച് ക്ഷീണം, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ. രണ്ടാമത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് ചെറുപ്പക്കാരനാണ് അതിനകത്ത്, അതുകൊണ്ട് താടിയൊന്നും വേണ്ട, ചെറുപ്പമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കാഴ്ചപ്പാടിലും ഒരു വ്യത്യാസമുള്ള ക്യാരക്ടറാണ്. അതെ അതെ അതെ, ഒരു ജയറാമേട്ടൻ്റെ ഒരു സുഹൃത്തും. ശരിക്കും ജയറാമിൻ്റെ കൂടെയാണല്ലോ? അതെ അതെ അതെ, ജയറാമേട്ടൻ്റെ അടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നപോലെ വധു ഡോക്ടറാണ് എൻ്റെ ഫസ്റ്റ് പടം, അന്ന് ഇന്നപോലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. അയ്യോ എവിടെയായിരുന്നു, എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ടായിരുന്നു. ജയറാമേട്ടൻ ചില ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ കഥാപാത്രം ഓർത്തിരിക്കുന്ന ഒരു ആ പുള്ളിക്കാരനെ എവിടെ ഉണ്ടെന്നൊക്കെ പുള്ളിയുടെ അതില് കുടുംബത്തിലെ ആളാണല്ലോ അല്ലേ ആദ്യ സിനിമയിൽ? വധു ഡോക്ടറാണെന്ന് പ്രശ്നം തുടങ്ങുന്നത് നമ്മളാ ഉണ്ടാക്കുന്ന കല്യാണം. ആളുമാറി തല്ലുകൊള്ളുന്ന ഒരു സംഭവമാണ് വധു ഡോക്ടർ. പെങ്ങളുടെ ഭർത്താവിനെ കെട്ടാൻ പോകുന്ന ആളിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക. അപ്പൊ മകളില് ജയറാമിന്റെ ഓർമ്മ അങ്ങനെ ആയിരുന്നല്ലേ? അത് കാരണം തന്നെ ജയറാമേട്ടന് ഭയങ്കര കാര്യമായിരുന്നു അന്നത്തെ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പിന്നെ രണ്ടാമത് കാണുന്ന ഈ സമയത്താണ് വധു ഡോക്ടറാൻ്റെ ഷൂട്ടിന് ശേഷം ഈ മകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഞാൻ ജയറാമേട്ടനായിട്ട് മുഖാമുഖം പിന്നെ കാണുന്നത്. അതിനിടയിൽ ദൃശ്യം 2 ഒരു കഥാപാത്രം വ്യത്യസ്തമായിട്ട് വന്നു അല്ലേ? ദൃശ്യം 2 ഓർമ്മിക്കുന്നത് ജോർജ് കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ലോകത്തിലെ ഒരാളാണ് അല്ലേ, കുടുംബം ഒഴികെയുള്ള ഒരാൾ. ആ സിനിമ എങ്ങനെയായിരുന്നു അനുഭവം? അത് കോവിഡിൻ്റെ ഒക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയത്താണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അത് അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു പരുവൊക്കെ ഇങ്ങനെ വന്ന് പൊട്ടാറായിരിക്കും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കോവിഡ് പിടിക്കും, എല്ലായിടത്തും ചെല്ലുന്നവർക്കൊക്കെ പിടിച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്ലാഷുള്ള സമയം. ഞാനപ്പോൾ ഇതിന് ഒരു മരുന്നൊക്കെ പുരട്ടി ഇത് പൊട്ടാനൊക്കെ ആയി നിൽക്കുമ്പോഴേ ഇവർക്ക് ഇത് ലാലേട്ടൻ എന്തോ അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ് വിദേശയാത്രയോ എന്തെങ്കിലും. അപ്പോൾ ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഈ കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിരുന്നല്ലോ, ഈ 60 മേലോട്ടുള്ള ആൾക്കാർ പുറത്തിറങ്ങരുത്. അപ്പോൾ വേറെ ആരോ ചെയ്യാനിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇത്. അപ്പോൾ പുള്ളിക്ക് മടി, 60 വയസ്സിന് ശേഷം പുള്ളിക്ക് 60 വയസ്സ് മേലെന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ പുള്ളിക്ക് ഷൂട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുമോ അങ്ങനെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് പൊട്ടാനായിട്ടൊക്കെ റെഡിയാക്കി മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊട്ടാൻ പാകത്തിനാകുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ റൈപ്പിലേക്ക് അങ്ങോട്ട് പഴുത്ത് ഇങ്ങനെ പൊട്ടും എന്നുള്ള ഒരു കണ്ടീഷൻ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത്, നാളെ കയറി ചെല്ലണം, ടെസ്റ്റ് കഴിഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഷൂട്ടിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനും മകനും കൂടി ഇവിടുന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് പോയി. അപ്പോൾ പോകുമ്പോൾ ഇത് പൊട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ അതിനുള്ള ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പോയി. മകനായിരുന്നു എനിക്ക് ഡ്രസ്സ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോകുന്നു, അവിടെ ടെസ്റ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം റിസൾട്ട് വരുന്നു, നെഗറ്റീവായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വെളിയിലൊന്നും വിടത്തില്ല. എല്ലാ ദിവസവും ഇതുവരെ ഈ പിന്നത്തെ ഒരു ദിവസം 2 ദിവസമായിട്ട് അതെടുത്ത് ഓരോ പ്രാവശ്യം ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഡെയിലി ടെസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ പോയി. അപ്പം ഞാൻ ലാലേട്ടന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് ലാലേട്ടൻ്റെ കൂടെ ഞാൻ ഭ്രമരം ചെയ്തിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിലുള്ളവർക്കൊക്കെ എന്നെ ഏകദേശം അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ അവർ എന്നിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ പോയി ചെയ്തതാണ്. ഏറ്റവും കുറഞ്ഞ് സ്ക്രീൻ സ്പേസേ ഉള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോസിറ്റീവായിട്ട് അപ്രോസ് തന്ന ഒരു കഥാപാത്രമായി അത്. അതെനിക്ക് തോന്നുന്നു ഈ ജോർജ് കുട്ടിയെ രക്ഷിച്ച ആളെന്നുള്ള ഒരു നിലയിലാണോ അറിയത്തില്ല. പ്രേക്ഷകർ ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കഥാപാത്രമാണത്. അങ്ങനെയുള്ളൊരു അനുഭവം ഓർമ്മയുണ്ടോ? ഒരുപാട് പേരന്ന് ഇത് OTT റിലീസും കൂടെ ആയിരുന്നതുകൊണ്ട് ദൃശ്യം 1 ഒരു ഹാങ് ഓവർ നിൽക്കുന്നത് കൊണ്ട് ഇതിനോട് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ ലോകത്തുള്ള സകല മലയാളികളും അന്ന് എനിക്ക് തോന്നുന്നൊരു 10 മണി തൊട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഇവരെപ്പോൾ ഇത് ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു കണ്ടു. അപ്പോൾ എനിക്കൊരു വിദേശത്തുള്ള മലയാളികളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ അവിടെ നമ്മുടെ ഇവിടെ രാത്രി നമ്മൾ ഉറക്കത്തിലായിരുന്നതോ കൊണ്ട് അവർ വിളിച്ചില്ല. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിനകത്ത് ഒരു 3 മണി തൊട്ട് മെസ്സേജ് കിടപ്പുണ്ട്. ശരി, ഗംഭീരമായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ ഒരുപാട് പേരുടെ മെസ്സേജസ് കണ്ടു. പിന്നെ ഒരു 9 വരെ ആയപ്പോഴത്തോട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതുവരെ അങ്ങനെ ഒരു കഥാപാത്രത്തിന് എനിക്ക് അങ്ങനെ ആൾക്കാർ നേരിട്ട് തന്നെ വിളിക്കുകയോ സുഹൃത്തുക്കൾ വിളിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പലരും ഈ ജോർജ് കുട്ടിയെ രക്ഷിച്ച ആൾ ഇല്ലായിരുന്നെങ്കിൽ ജോർജ് കുട്ടി അകത്ത് പോയതിനെന്നൊക്കെ ഉള്ളൊരു ആ ജോർജ് കുട്ടിയോടുള്ള ഒരു സ്നേഹം, അയാളെ സഹായിച്ചു എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് അങ്ങ് കിട്ടി. അതാണ് വസ്തുത. പിന്നെ ഏറ്റവും ഒടുവിൽ രേഖാചിത്രം വരെയുള്ള ഒരു തുടർച്ച എങ്ങനെയാ? അതിനുശേഷം ഈ ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് ഒരുപാട് പേര് പറയുകയും ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ പലരും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ സിനിമയാണ് അതിൽ വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങൾ ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫാഡോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീവത്സൻ ജെ മേനോൻ, അദ്ദേഹം സംഗീതജ്ഞൻ, അദ്ദേഹം ഒരു ഫിലിം സംവിധാനം ചെയ്യുന്നുണ്ട്. അതൊരു പ്രതീക്ഷയുള്ള കഥാപാത്രമാണ്. പിന്നെ ലൗലി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് നായർ തന്നെ ഇപ്പോൾ 2ാമത്തെ പടം ഡമർ പടാറിന് ശേഷം മാത്യു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നു. അതിലെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടും, ചിത്രവും ശ്രദ്ധിക്കപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു 30 വർഷമായി സിനിമയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 30ാം കൊല്ലം ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ഒരു ചെറിയ പടം മറുവശം എന്ന് പറഞ്ഞിട്ട് അനുറാം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചെയ്തു. അത് IFFKയിൽ ഇപ്പോൾ ഈ ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നല്ലോ, അവിടെ അത് ഒരു സ്ക്രീനിങ് കഴിഞ്ഞു. ശരി, ഒത്തിരി സിനിമക്കാരൊക്കെ ഉണ്ടായിരുന്നു, സിനിമാ പ്രവർത്തകർ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ചെറിയ പടമാണ് എങ്കിലും എനിക്കൊക്കെ നല്ല ഒരു അപ്ലോസ് കിട്ടി. ഇപ്പോൾ ഈ 30 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ മറുവശം ഒഴികെയുള്ള സിനിമകൾ നോക്കുമ്പോൾ അത്ര നീണ്ട ക്യാരക്ടറുകളല്ല സിനിമയിലുള്ളത്. എന്നാൽ ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടില്ല. പക്ഷേ മലയാള സിനിമ ഓർമ്മിക്കുന്ന ഒരാളുടെ മനസ്സിൽ താങ്കളുടെ മുഖം കിടപ്പുണ്ട്. എന്താണ് ആലോചിക്കുന്നത് നമ്മൾ ഇത്രയും സിനിമകളിലൂടെ കടന്നു വരുമ്പോൾ? അത് എന്തുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്? ചെറിയ ക്യാരക്ടറുകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, ആ കഥാപാത്രത്തിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ പ്രേക്ഷകരത് വലിപ്പ ചെറുപ്പം ഇല്ലാതെ സ്വീകരിക്കും എന്നാണ് എൻ്റെ അനുഭവം. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ജനത്തിന് എല്ലായിടത്ത് ചെല്ലുന്നിടത്തൊക്കെ ഈ സിനിമകളെക്കുറിച്ച് എൻ്റെ ഡയലോഗുകൾ ഇങ്ങോട്ട് പറയുന്നവരുണ്ട്. അവർ നല്ല സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത്. പെട്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന കഥാപാത്രം ഏതായിരിക്കും ഈ കഥാപാത്രം ഇതുവരെ ചെയ്ത ഈ കഥാപാത്രങ്ങളിൽ? അങ്ങനൊക്കെ തിരഞ്ഞെടുക്കാൻ പ്രയാസപ്പെട്ടുണ്ട്. ഞാൻ ചെറുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ സിനിമകൾ, ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തരക്കേടില്ലാതെ ജനത്തിന് ഇഷ്ടമാണ് അതൊക്കെ, അങ്ങനെയുള്ള കഥാപാത്രം. പക്ഷെ ചിലപ്പോൾ തിയേറ്ററിൽ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരിക്കും സിനിമ മൊത്തത്തോടെ, വലിയൊരു ഹിറ്റാണെന്നും ആകാതെ. ഞാൻ ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ചെയ്യുന്ന നമ്മുടെ അതുപോലെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. വേറൊരു യാഥാർത്ഥ്യം, ഒരു കലാകാരനായി ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് ചിലർ പറയാറുണ്ട്. ഒന്ന്, ഒരു വ്യവസായ മേഖലയാണ്, വലിയ പണമൊക്കെ ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷേ അതിനപ്പുറത്ത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ, പ്രത്യേകിച്ചും അഭിനയിക്കുന്ന ആളുകളുടെ മറ്റ് കാര്യങ്ങൾ, ജീവിത കാര്യങ്ങൾ, സാമ്പത്തിക വരുമാനത്തിന് പരിമിതിയുണ്ട്. ഇപ്പോൾ മുഖ്യധാരയിൽ നിൽക്കുന്ന കുറേ ആളുകൾ, മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നായകനിരയിലുള്ള കുറച്ച് ആളുകൾ മാറ്റി നിർത്തിയാൽ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് സഹായകരമാകുന്നുണ്ടോ സിനിമ മേഖല? പല രീതിയിൽ പല കലാകാരന്മാർ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്ന ആളുകൾ, പക്ഷേ ശ്രദ്ധേയ റോളായിരിക്കും. പക്ഷെ നമ്മളെ ഒരു
മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് കുറച്ചല്ലേ വേണ്ടു. ഇപ്പോൾ ഒരു സിനിമ ശ്രദ്ധേയ കഥാപാത്രമായിരിക്കും, പക്ഷെ 4-5 ദിവസം അഭിനയിച്ചാൽ ഗംഭീര കഥാപാത്രമായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സിനിമയിലുണ്ടോ? അങ്ങനെയുള്ളൊരു പുതിയ കടന്നു വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ബുദ്ധിമുട്ടാണ്. ആ സിനിമ കൊണ്ട് മാത്രം ജീവിക്കുകയും അങ്ങനെ ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണത്. നിരന്തരം വേഷങ്ങൾ ലഭിക്കുക, അത് ദിവസങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യാൻ സാധിക്കുക, അതൊക്കെ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. അല്ലാതെ ഇപ്പം സിനിമയോടുള്ള നമുക്കൊക്കെ ഒരു പാഷൻ അറിയാതെ കയറുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ സിനിമയിൽ തുടർന്ന് നിൽക്കാം എന്ന് വിചാരിക്കുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ പല പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വീട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ പല ബിസിനസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സിനിമ കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പൊതുവേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവോ അങ്ങനെ വളരെ കുറച്ചാണ് ഞാൻ കൊടുക്കാറ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും ഒത്തിരി തിക്താനുഭവങ്ങൾ ഉള്ള ആൾക്കാരുണ്ട്. ആരുടെയും കുഴപ്പമില്ല, എനിക്കൊക്കെ എത്രയോ. പക്ഷെ നമ്മളേത് അഫക്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനോടുള്ള പാഷൻ അതിൻ്റെ മേലെ നിൽക്കുമ്പോൾ അത് ഇൻസൾട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മനസ്സിലൊരു സങ്കടം ഊറി കൂടിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറക്കും. അങ്ങനെയുള്ളൂ. ചിലരൊക്കെ അങ്ങനെ വേദനിച്ച് പോകുന്നത് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് പലരുടെയും. ഞാൻ പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലയിടത്ത് വന്നിട്ട് ശരിയാകാതെ വരികയും ഒത്തിരി ആഗ്രഹങ്ങളായിരിക്കും ഇവരുള്ളത്. ഒന്നാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ആഗ്രഹം മാത്രം പോരും ഇതിന്. ശരിക്കും ഇതിനൊരു പ്രാക്ടീസും ഒരു സ്റ്റഡി ആവശ്യമാണ് ശരിക്കും. അല്ലാതെ ആർക്കും വന്ന് കയറി ഇതിനൊക്കെ നമ്മളിപ്പം പ്രേക്ഷകർ കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അയാൾ ചെയ്തു പോകുന്നു, അല്ലെ അയാൾ അതിലൂടെ നടക്കുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവാണ്. നമുക്കിവിടെ അവിടെ മാർക്കും മീറ്ററും അപ്പുറം ഇപ്പുറം ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ ലൈറ്റുണ്ട്, ക്യാമറയുണ്ട്, ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യാതെ പ്രേക്ഷകരെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നല്ലൊരു ആക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ആർക്കും ആഗ്രഹം കൊണ്ട് മാത്രം വന്നിട്ട് ചുമ്മാ നിന്ന് ചെയ്തു പോകാൻ പറ്റില്ല. അതിന് ഫോക്കസ് ഉണ്ട്, ഔട്ട് പോകാൻ പാടില്ല, മൂമെൻറ്റ്സിന് വരെ അവിടെ മാർക്കിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ആഗ്രഹം കൊണ്ട് മാത്രം ചിലർ വരും. ഇപ്പം ഞാനൊരു സ്കൂളിൽ പോയി ആക്ടിങ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഞാൻ പല സംവിധായകരുടെ കൈകളിൽ കൂടി വളർന്നു വന്ന ഒരാളാണ്. നാടകം ചെയ്യുമ്പോഴാണ് പല സംവിധായകർ പല രീതിയിൽ നമ്മളെ കറക്റ്റ് ചെയ്തതിൻ്റെ ആ പാഠം എന്നിലുള്ളത് കൊണ്ടും കാണുന്ന സിനിമകൾ കാണുമ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ വഴക്ക് കേൾക്കാതെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ചിലർ വന്നിട്ട് ഈ വഴക്കൊക്കെ കേട്ട് കണ്ണ് നിറഞ്ഞ് ഒന്നും ചെയ്യാൻ മേലാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് അയാൾ എത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എനിക്കങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെയുള്ളൊരു കുഴപ്പം കൊണ്ടാണ്. ചിലർ പെട്ടെന്ന് ഡെസ്പായി പോകുന്നവരുണ്ട്. പിന്നെ ഇൻസൾട്ടൊന്നും ഇല്ലാതെ ഇൻസൾട്ട് ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ പവറാകുക. എനിക്കത്ര പറയാനുള്ളൂ. ജീവിതാനുഭവമാണല്ലോ നമ്മളെ. ജീവിതാനുഭവമാണ്. ഒരിക്കലും അനുഭവങ്ങളില്ലാത്ത ഒരാൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റില്ല. പലരും ഭയങ്കരമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയതിൻ്റെ ആ ഒരു സ്ഫുടതയാണ് അവർക്ക് ഈ സ്ക്രീനിൽ അവർ കാണിക്കുന്നത്. അനുഭവം ഇല്ലാത്ത ആൾക്ക് അത് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? അതെ അതെ. അപ്പോൾ ഏറ്റവും ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം. ഈ പല കാലത്ത് ഈ 30 വർഷത്തിനിടയിൽ 3 ദശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തലമുറ എന്ന് തന്നെ പറയാം. അങ്ങനെ വ്യത്യസ്ത സംവിധായകരുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റം എങ്ങനെയാണ് ഓർക്കുന്നത്? ഇപ്പം കെ ഹരിദാസ് മുതൽ ഏറ്റവും ഒടുവിൽ ജോഫിൻ ടി ചാക്കോ വരെയാണ് താങ്കളുടെ സംവിധായകർ. ആ ഒരു മാറ്റത്തിലൂടെ നമ്മളൊന്ന് ഓർത്തു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? അല്ല, ഞാൻ തുടക്ക കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സിനിമ വേറൊരു രീതിയായിരുന്നു. ഭീതി ഉണ്ടാകും ഒരു ആൾ വന്നു കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ടൊരു പെർഫോമർ വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് അത്ര ഭീതിയൊന്നും ഇന്നുണ്ടാവില്ല. അയാളെ ഏറ്റവും കംഫർട്ടബിൾ സോണിൽ നിർത്തിയിട്ടായിരിക്കും പുതിയ പിള്ളേർ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പണ്ടുള്ള എല്ലാം പുലികൾ ഭയങ്കര ഒത്തിരി വളർന്നു നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടേക്കാണ് എഴുത്താശന്മാരുടെയൊക്കെ ഒരു സ്കൂൾ കോളേജിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ പവറിൽ നിൽക്കുന്ന അതുപോലെ വളർന്നു നിൽക്കുന്ന ആൾക്കാരാണ് അന്നത്തെ ഡയറക്ടേഴ്സ്. അവർക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അവിടെ ചെന്നത് എന്ത് കഴിഞ്ഞാൽ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ മനുഷ്യനല്ലേ, ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകില്ലേ. ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്. പിന്നെ ഒന്നും നമുക്ക് സാധിക്കില്ല അവിടെ.
അപ്പം അവിടെ അത് അഥവാ ഇനി അങ്ങനെ വഴക്ക് കിട്ടിയാലും അത് നമ്മളെ ബാധിക്കാതെ ഈ പെർഫോമൻസ് എന്താണോ അവിടെ ആവശ്യം വരുന്നത്, എന്താണോ നമ്മുടെ ഡയലോഗ്, അത് കൃത്യമായിട്ടും ആ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ അത് മറന്നേക്കുക. അത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മാത്രം അന്ന് പെർഫോം ചെയ്യാൻ പാടും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനി അഥവാ പരിചയക്കുറവാണെന്ന് പറഞ്ഞാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്രൂ അത്രയേറെ അങ്ങനത്തെ ഒരു ലൈനിലേക്ക് സിനിമ മാറി. പണ്ട് കണ്ടവാനും ദേഷ്യവും വഴക്കും ഷൗട്ടും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് മാറി കംഫർട്ടായിട്ട് ആണ്. ഗുണപരമായ മാറ്റമാണല്ലേ? ഗുണപരമാണ്. എപ്പോഴും അത് സിനിമയ്ക്ക് ഗുണമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും സാവകാശത്തോടു കൂടി സാധനം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിനകത്ത് അത്രയും ഉയർച്ചയുണ്ടാവും. പുതിയ തലമുറയുടെ ഒരു മൂല്യത്തിലുണ്ടായ മാറ്റം കൂടി വേണമെങ്കിൽ അങ്ങനെ പറയാം. അതും ഉണ്ടാവും. ഇപ്പോൾ എല്ലാ മേഖലയിലും അതെ നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പം പഴയ ഒരു പോലീസ് സ്റ്റേഷൻ അനുഭവമുള്ള ഒരാൾക്ക് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ അനുഭവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കത്തില്ല. കാര്യം ഇപ്പോൾ നിലവിൽ ജോലിക്ക് കയറുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഒരു മിക്കവാറും ഏറ്റവും കുറഞ്ഞൊരു PG എങ്കിലും ഇല്ലാത്ത ആൾക്കാരില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം ബേസിക് മാത്രമുള്ളവരൊക്കെ ആയിരുന്നു പോലീസ് സേനയിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യങ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡായിട്ട് ചിന്തിക്കുകയും വിശാലമായിട്ട് ചിന്തിക്കുകയും അത് വളരെ പോസിറ്റീവ് ഒരു വ്യൂ ആണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ഇപ്പോൾ പൊതുവേ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ പറയാം, പണ്ടത്തെ ആൾക്കാർ ഇപ്പോൾ പിള്ളേരെല്ലാം മോശമാണെന്നാ പറയാം. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് താങ്കളൊരു നല്ല വീക്ഷണം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ സാമൂഹിക വീക്ഷണം അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കോളേജ് കാലഘട്ടം മുതൽ തന്നെ പല പല ഓഫീസുകളിൽ പല പല ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അച്ഛൻ എന്നെ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ പോകണം ഇതിനൊക്കെ. അതായത് റബ്ബർ ഇപ്പോൾ സബ്സിഡി ചിലപ്പോൾ അത് കറക്റ്റ് സമയത്ത് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ 1, 2, 3 കൊല്ലം പെൻഡിങ് ഒക്കെ വരുമെന്ന് പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പിന്നെ നിരന്തരം ഞാൻ അതിൻ്റെ പിന്നാലെ പോയി അവരെ പോയി കണ്ട് അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഈ അളവ് കറക്റ്റാണോ, അകലം കറക്റ്റാണോ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് പിന്നെ സബ്സിഡി വരും. അപ്പോൾ അങ്ങനെ നിരവധി ഇപ്പം പഞ്ചായത്ത് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള പല ഓഫീസുകളിൽ കയറി ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് മനസ്സിലായേക്കുന്നത് അന്നത്തെ ആൾക്കാർ മോശമാണ്. അന്ന് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. പിന്നെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഇപ്പോൾ വന്നല്ലോ, ടെക്നോളജി വളർന്നില്ലേ. അപ്പം എല്ലാം സുതാര്യമായി വന്നുകൊണ്ടിരിക്കുക. എല്ലാ മേഖലയിലും പുതിയ തലമുറ അവരുടെ ഒരു വാല്യൂ വ്യത്യസ്തമായിട്ട്. തീർച്ചയായിട്ടും. കാര്യം മനുഷ്യൻ അന്ന് ചിന്തിച്ചിരുന്ന സങ്കുചിത്വത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഒത്തിരി വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇപ്പം എന്തെങ്കിലും ഒരു കല പഠിക്കണമെന്ന് പറഞ്ഞാൽ പോലും പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു അന്നത്തെ സമയത്ത്. ചുരുക്കം ചിലർ മാത്രമേ, നമ്പർ കുറവായിരുന്നു, ചുരുക്കം ചില ശതമാനം ആൾക്കാർ മാത്രമേ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിച്ചു പോകും. അപ്പോൾ അത് പഠനത്തെ ബാധിക്കും, ഇവരിതായി പോവും, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ജോലി കിട്ടുന്നുണ്ട്, എഞ്ചിനീയറാണോ, ഡോക്ടറാണോ, അതിൽ നിന്നൊക്കെ എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ എവിടെ ചെന്നാലും പറയുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ പല പരിപാടി വിളിക്കുമ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മാനം കിട്ടുമോ എന്നുള്ളതല്ല വിഷയം, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയാണ് പലരും വളർന്നു വന്നിട്ടുള്ളത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഞാൻ ഒരു ഹായ് കൊടുക്കും, ജയിച്ചവർക്ക് മാത്രമല്ല. പണ്ടത്തെ സമയത്ത് ഞാൻ പറഞ്ഞ ഇവരുടെ കോൺസെൻട്രേഷൻ കൂടത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി അതിനൊന്ന് വയലിൻ പഠിക്കണമെന്ന് പറഞ്ഞു, അതിനെ വയലിൻ പഠിപ്പിക്കുകയാണ്, അതിനിഷ്ടമുള്ളതാണെങ്കിൽ ആ വയലിൻ പഠിപ്പിക്കുമ്പോൾ അയാൾക്ക് പഠിക്കാനുള്ള വിഷയത്തിൽ അയാളുടെ കോൺസെൻട്രേഷൻ മൈൻഡ് സെറ്റ് കൂടത്തേ ഉള്ളൂ. ശരിക്കും നല്ലതാണ്. ഇപ്പം എല്ലാവരും അങ്ങനെ ആ ഒരു ലൈനിലേക്ക് വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു സ്ഥിതി. അതുപോലെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും, പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ജോലി എന്ന് പറയുന്നത് അല്ലേ, സേഫ് ആക്കുക ജീവിതം. പിന്നെ ഇപ്പം ഞാൻ ചോദിച്ചു സർക്കാർ ജോലി തന്നെ വേണമെന്ന് വിചാരിക്കുന്നവരില്ല. ഇല്ല, അതെ. നമുക്ക് അന്ന് കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രൈവറ്റ് സെക്ടറിലും സാലറി ഉണ്ട്, നമുക്ക് വിവിധ മേഖലകളെ കുറിച്ച് അറിവായി. ലോകം മുഴുവൻ ഇപ്പം നമ്മുടെ കൈവിരൽ തുമ്പിലല്ലേ, നമുക്ക് എവിടെ നടക്കുന്ന എന്ത് കാര്യം നമുക്ക് അറിയല്ലോ. അതിപ്പോൾ ഈ പ്രളയം കോവിഡൊക്കെ വന്നപ്പോഴാണ് ഈ യങ് ജനറേഷൻ്റെ ഒരു വിശാല മനസ്സ് നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാത്തിനും അവർ ഇറങ്ങുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ പറഞ്ഞ കറക്റ്റാണ്. ആ തരത്തിലൊരു ന്യൂ ജനറേഷൻ്റെ വ്യത്യസ്ത വാല്യൂ പിന്നില്ല ഉണ്ട്. എത്രയൊക്കെ മോശം പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലെ, നല്ലതും മോശം എല്ലായിടത്തും ഉണ്ട്. എല്ലാ മേഖലകളും എല്ലാ സമയത്തും ഉള്ളതാണ്.
അത് എല്ലാ കാലത്തും. പക്ഷേ ഒരു നല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. നല്ലതിനെ പറഞ്ഞാൽ പോരെ. അതെ, അതിനകത്ത് സന്തോഷിക്കല്ലേ വേണ്ടേ. അത് സിനിമയിലും നമുക്ക് കാണാൻ കഴിയും, സിനിമയിലും കാണാൻ കഴിയും. പിന്നെ ഇപ്പോൾ സിനിമയ്ക്ക് അതെല്ലാം ഒരു ഇത് വേണം, എന്താ ഒരു സന്ദേശം വേണം, നമ്മൾ ഉപദേശിക്കുക, അതൊന്നും ജനത്തിന് ഇഷ്ടമല്ല. അവർക്ക് അല്ലാതെ തന്നെ അവർക്ക് ആവശ്യത്തിന് ധാരാളം എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പിന്നെ അതും കൂടെ ഇപ്പം അതും കൂടെ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു ത്രെഡ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പറയുന്നു, അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ സിനിമയുടെ. പണ്ടൊക്കെ സിനിമയ്ക്കകത്ത് ഒരുപാട് കഥകളും ഉപകഥകളും. അതിൽ ഈ കോമഡിയിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം വധു ഡോക്ടറാണിൻ്റെ കാലത്ത് നിന്നും ഇന്നത്തെ കോമഡി സംഭാഷണങ്ങളിലോ അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ടുള്ള ചാടി നടക്കുന്നതിലോ അല്ലല്ലോ, ചെറിയ ജീവിത സാഹചര്യം പ്രകടിപ്പിക്കുന്നതിലാണ്. അത് എത്രമാത്രം ഗുണകരമാണ്. അങ്ങനെ കൂടുതലായിട്ട് ആ കാലത്തെ കോമഡിയിൽ നിന്നും വ്യത്യസ്തമായൊരു കോമഡി വരുന്നുണ്ട് എന്നുള്ളത് നിരീക്ഷിച്ചിട്ടുണ്ടോ? അത് കുറച്ച് ജീവിതമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഇൻസിഡൻസ് ഒക്കെയാണ് ഇപ്പോൾ അവർ എഴുത്തിലൊക്കെ പ്രതിഫലിക്കാറുള്ളത്. അതനുസരിച്ചിട്ട് അവർ മേക്കും കൂടെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നുമില്ലെങ്കിൽ പലതും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ല അടുത്ത സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ല അടുത്ത വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ല നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ച കാര്യമായിരിക്കും. അപ്പോൾ അതുപോലെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒത്തിരി ഇൻസിഡൻസ് വരുന്നുണ്ട്. അത് ഈ പൊട്ടിച്ചിരിയിൽ നിന്നുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ അത് ഇടക്കാലത്ത് പ്രിയൻ സാറിൻ്റെ പടം, സിദ്ദിഖ് ലാൽ സാർ, അപ്പോൾ അവരുടെയൊക്കെ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ എക്സെൻട്രിക്കായിട്ട് ചിരിച്ചു പോയി. അയ്യോ, അപ്പോൾ ഇവരുടെയൊക്കെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈറലായി ചിരിച്ചു പോയ പടങ്ങൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് സിനിമയിൽ. അതായത് ഇപ്പം നമ്മുടെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രദേശത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓൾറെഡി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദൈനംദിനം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടിച്ചിരിക്കുന്നുണ്ടല്ലേ. അതപ്പോൾ അപ്പോൾ അതൊക്കെ അവർ കൂടുതൽ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു വലിയ പൊട്ടിച്ചിരി ഇരിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് ആസ്വദിക്കും, ഉള്ളിൽ തട്ടും. അതൊരു നല്ല അഭിനയത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് അഭിനയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എല്ലാ കാലത്തും. ഇപ്പം നമ്മളിപ്പം ഡ്രൈവിങ് പഠിച്ചു. പക്ഷേ നമ്മൾ ഡ്രൈവിങ് പഠിച്ചിട്ട് സ്ഥിരം ഉപയോഗിക്കുന്നില്ല വണ്ടി. നമ്മൾ ഡ്രൈവിങ് പഠിച്ചു, ലൈസൻസൊക്കെ ഉണ്ട്, നമ്മൾ വൃത്തിയായിട്ട് വണ്ടി ഓടിക്കും. നമ്മൾ 6 മാസം കൂടുമ്പോൾ ഒരു വണ്ടി ഓടിച്ചു, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഓടിക്കും. ഡെയിലി വണ്ടി ഓടിക്കുന്ന ആളും ഈ പറയുന്ന ഡ്രൈവറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ വെള്ളം ഒഴുകി പാറക്കല്ല് നല്ല സ്മൂത്ത് ആകുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ ഈ മുറ്റത്ത് കിടന്ന പാറകൾ, അത് ഈ ആറ്റി കിടന്നിട്ട് ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മിനുങ്ങുന്നല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എത്ര കൂടുതൽ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ആക്ടിങ്ങിനകത്തും അവരുടെ പോളിഷ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതിപ്പം എല്ലാ ആക്ടേഴ്സിൻ്റെയും നേരത്തെ പെർഫോമൻസിൽ നിന്ന് അവരുടെ ഇപ്പോഴും നിൽക്കുന്ന സ്റ്റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ സ്വാഭാവികമായിട്ടും നിരന്തരം ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ല ഇതിലേക്ക് എത്തുന്ന. ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഈ പിന്നെ നമ്മൾ വരവിനിടയിൽ ബാബു ജനാർദ്ദനും ഹരിദാസും നിസാറും നിങ്ങളെ മറ്റു രീതിയിലും സിനിമാ പൂർവ്വ ബന്ധം ഉണ്ടല്ലോ. അല്ലാതെ സിനിമയിൽ എങ്ങനെയാണ് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു വഴികാട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ സിനിമയ്ക്കകത്ത് പോയതിന് ശേഷം? സൗഹൃദങ്ങളൊക്കെ സിനിമയ്ക്ക് അകത്ത് അങ്ങനെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ എല്ലാവരുമായിട്ടും ഇതുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ നിരന്തരം വിളിക്കലോ കാണുമ്പോൾ മീറ്റിങ്ങിന് കാണുമ്പോൾ എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടെന്നുള്ള, അല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ ഒന്നാമത് ഞാൻ അത്ര സജീവമായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലല്ലോ. അപ്പം പിന്നെ അതുപോലെ സ്ഥിരം സിനിമയ്ക്കകത്ത് കണ്ടിരുന്നവർ 1-2 സിനിമയിലൊക്കെ ഒരുപോലെ വർക്ക് ചെയ്തവരൊക്കെ ആകുമ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ വിളിയും പറച്ചിലൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ സൗഹൃദമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഇത്ര കുറേ കാലമായില്ലേ, അപ്പോൾ അന്നുള്ളവരല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പിന്നെ പിള്ളേർ കണ്ടമാനം വന്നില്ലേ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സൗഹൃദം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏജുകാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊക്കെ ചിലപ്പോഴത്തേക്കും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്തൊന്ന് കുറച്ച് അകന്ന് നിൽക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് വേണം. ഇപ്പം വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തു, ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്, കോമഡി സ്വഭാവമുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കാണുന്ന ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ കൂടുതൽ ഒരു കൊമേഡി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും, അതേസമയം ക്യാരക്ടർ റോളുകളായിരിക്കും എൻ്റെ അടിയിൽ ഉണ്ടാവുക. എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? എങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള നടനാണ് അറിയപ്പെടാനാണ് ആഗ്രഹം?
എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കോമഡി നടനെന്നോ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ആളെന്നോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അങ്ങനൊന്നും വ്യത്യാസം എനിക്ക് അഭിനയം ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇത് അതുപോലെ പാഷൻ ഉണ്ടെന്ന് പറഞ്ഞതും മനസ്സിലാകുന്നത് പിന്നീടൊക്കെയാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. പക്ഷേ ഇതിനകത്ത് ഇതെനിക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സ്റ്റക്കിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന വേഷം ചെയ്യുന്ന ആളെന്ന് പറയുന്നതിൽ എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആളുകളെ സന്തോഷിപ്പിക്കുന്ന മാധ്യമം കൂടിയാണല്ലോ. അതെ, അത് കോളേജ് ലൈഫിലും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും ഇതൊന്നും ക്യാമറ ഇല്ലാത്തപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉള്ളവരെപ്പോഴും ചിരിച്ചും സന്തോഷിച്ചുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി അതുപോലെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു ചിരിയുടെ ഒരു ലോകത്തായിരുന്നു. എൻ്റെ സഹപാഠികളോട് ചോദിച്ചാൽ അറിയാം. എല്ലാം ഒരു സന്തോഷത്തിൽ അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന അത് ഈ സാമൂഹ്യ വീക്ഷണത്തിലും അതുണ്ട്. നന്നായി വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. ഇപ്പോൾ വേറൊരു കാര്യം, നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പലവിധ പ്രതിസന്ധികളുണ്ടാവും. അപ്പോൾ നടനാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് പ്രധാനമായിരിക്കും. മറ്റു കാര്യങ്ങളും ചെയ്യണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാണ് കുടുംബം കൂടെ നിൽക്കുന്നത്? ആരൊക്കെയാണ് വീട്ടിലുള്ളത്? അമ്മ 3 വർഷം മുമ്പ് മരിച്ചു. അച്ഛൻ 2005 മരിച്ചു. അപ്പോൾ ഞാനൊരു 97 വിവാഹം കഴിച്ചു. അന്ന് എൻ്റെ അടുത്ത ആൾക്കാർ പറഞ്ഞു, ഈ കല്യാണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കഴിച്ചു. സിനിമയിൽ വെച്ച് പ്രശസ്തനായി കഴിഞ്ഞാൽ, സിനിമ നടനാണെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ല കേട്ടോ. എന്നു വെച്ചാൽ എല്ലാവർക്കും കലാകാരന്മാരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കലാകാരൻ ഒരു വീട്ടിലേക്ക് വേണ്ട എന്നുള്ളതാണ്. അടുത്ത വീട്ടിലായിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതി ഉള്ള കാലമുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തോ എനിക്ക് 97 ആയപ്പോഴത്തേക്കും കല്യാണമായി. അപ്പോൾ എൻ്റെ വൈഫിന് അറിയായിരുന്നു ഞാൻ ഇങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയായിരുന്നു, കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു സിനിമകൾ. വൈഫ് ഫുൾ സപ്പോർട്ടാണ്. ശരി. ഇപ്പോൾ എനിക്കുള്ള വേറെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ടിങ്ങിനെ കുറിച്ചായിരിക്കും എൻ്റെ തോട്ടും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അബ്സെൻറ്റ് മൈൻഡഡൊക്കെ ആയിട്ട്, ചിലപ്പോൾ ചിലർക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചിലപ്പോൾ അത്രയൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നും വരില്ല, മീൻസ് വേറെ മനസ്സിലേക്ക് ചിന്തയിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് തന്നെ പലരുടെ പേരൊക്കെ ഞാൻ മറന്നു പോകും. എൻ്റെ തോട്ടിൽ അങ്ങനെ സാധനം വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നാളെയും വേഷം ചെയ്യണം എന്നുള്ളതാണല്ലോ ഓൾമോസ്റ്റ്. അതങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ചിലത് ഞാൻ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇതൊക്കെ ഞാൻ ചിലപ്പോൾ തന്നെ മറന്നു പോയിരിക്കും. പക്ഷേ അത് അറിയാതെ എന്നിൽ കയറിയാൽ, ഞാൻ മനഃപൂർവ്വം ഒരാളെ നോക്കി പിടിച്ചിട്ടൊന്നുമില്ല. അല്ലാതെ എനിക്ക് അറിയാതെ എന്നിലേക്ക് കയറുന്ന ഇഷ്ടങ്ങളെയാണ് ഞാൻ പിന്നെ അത് റിപ്ലിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ബാക്കിയുള്ള സിനിമയുടെ എൻ്റെ ഒരു PR എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് സിനിമയ്ക്കകത്ത് ആര് എഴുതിയതാണ്, ആര് സംഗീതം ചെയ്തതാണെന്നൊക്കെ പറയും. ശരി. വൈഫിൻ്റെ സംബന്ധിച്ച് ഭയങ്കര ഷാർപ്പാണ്. അതുപോലെ തന്നെ ഒരു ഡയറക്ടർ ഇന്ന പടം എന്ന് പറഞ്ഞാൽ അത് ഇന്നൊരു ഡയറക്റ്റ് ചെയ്തല്ലെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എനിക്ക് ചിലപ്പോൾ അത്രയും അറിവുണ്ടാവില്ല ഇതിനെക്കുറിച്ച്. പക്ഷെ അങ്ങനെ അതുകൊണ്ടായിരിക്കും എന്നോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ മോനെ സംബന്ധിച്ച് പറഞ്ഞാലും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ പറയും. മോൻ എഡിറ്റിങ്ങിൽ താല്പര്യമുള്ള ആളാണല്ലേ? മോനെ എഡിറ്റിങ്ങിലുണ്ടായിരുന്നു. ഞാൻ ഷമീർ മുഹമ്മദിൻ്റെ അടുത്ത് എഡിറ്റിങ് താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് സിനിമകളൊക്കെ പുള്ളി വർക്ക് ചെയ്തു. കടുവ, പിന്നെ വോയിസ് ഓഫ് സത്യനാഥൻ, മാളികപ്പുറം, അങ്ങനെ കുറച്ച് സിനിമകൾ എഡിറ്റിങ്ങിലൊക്കെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ MBAക്ക് ഓസ്ട്രേലിയയിൽ മെൽബണിൽ RMIT കിട്ടി. അപ്പോൾ ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു സിനിമ പിന്നീടാണെങ്കിലും ഞാനൊക്കെ സഫർ ചെയ്ത് അത്രയൊക്കെ ചിലപ്പോൾ പിള്ളേരുടെയൊക്കെ കാലത്ത് സഫർ ചെയ്യുമോ എന്നെനിക്ക്, കലയ്ക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ടല്ലോ. അതെ, ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് വക്കീലന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞതാണ്. ഇപ്പം ഡോക്ടറാണെങ്കിൽ കുഴപ്പമില്ല, പഠിച്ച് പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ അന്നേരം തൊട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അതെ, വക്കീലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേസ് കാണും. ആദ്യം കേസും കാണില്ല, കാശും കാണില്ല. പിന്നെ കേസ് വരാൻ തുടങ്ങും, പക്ഷേ കാശ് കാണില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ കാശ് വരുള്ളൂ. അപ്പോൾ ജീവിക്കാൻ പൈസ മാത്രം പോരാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പൈസ വേണം, പക്ഷെ പൈസ മാത്രം പോരാന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവനൊക്കെ അത്ര സഫർ ചെയ്യുമെന്ന് എനിക്കറിയാം. അത് തന്നെയല്ലേ പഠിത്തം. അന്ന് ആ കോവിഡൊക്കെ വന്നതുകൊണ്ടാണ് ഞാനൊന്ന് ഡിസ്കണ്ടിന്യൂ ആയപ്പോഴാണ് ഞാൻ ഈ സിനിമയുടെ താല്പര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതൊന്ന് നോർമലാകുന്നവരെ ഒന്ന് ഒരു എഡിറ്റിങ് താല്പര്യമാണെന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ വർക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് പുള്ളി ഫ്രീ ടൈമിലൊക്കെ ഇരുന്നിട്ട് ഈ ഫ്രീ സോഫ്റ്റ്വെയർ വെച്ചിട്ടൊക്കെ ചില മ്യൂസിക്കിനൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ പുള്ളി ഇങ്ങനെ എനിക്ക് അയച്ചു തരുമായിരുന്നു. ഡിഗ്രി കഴിയുന്നവരെ ഞാൻ വലിയതായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. പഠിത്തം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് താല്പര്യം എന്താണെന്ന് വെച്ചാൽ പോട്ടെ.
അപ്പം പുള്ളി തന്നെ പിന്നെ MBAക്ക് താല്പര്യം ഉണ്ടായിരുന്നു നേരത്തെ. ഇങ്ങനെ ഇടയ്ക്ക് കോഴ്സിനൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ആ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്തിന് പുള്ളി പോയിട്ട് കുറച്ച് സിനിമകൾ എഡിറ്റിങ് ചെയ്യും. കുറച്ച് സിനിമകളിലൊക്കെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തു. കുറച്ച് പരിചയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയിൽ ഇനി എന്താണ് ആഗ്രഹം? നമ്മുടെ മനസ്സിൽ ഉള്ളൊരു ലക്ഷ്യമുണ്ടോ ഇനി അടുത്ത ഘട്ടം? എനിക്ക് വേഷങ്ങൾ ചെയ്തു പോകണം, ഇനിയും വേഷങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹമുണ്ട്. തുടർന്നും വേഷങ്ങൾ ചെയ്യുക, ആ വേഷങ്ങൾ മാക്സിമം നന്നാക്കി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇവർ തരുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അത് നഷ്ടപ്പെടാതെ കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പ്രേക്ഷകരുടെ ഒന്നിച്ച് ജീവിക്കണം അല്ലേ? അതെ, അത് എന്നെക്കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്രയും. അത് നമ്മൾ കരഞ്ഞിട്ടായാലും വീണിട്ടായാലും ചിരിച്ചിട്ടായാലും ആ ഒരു സന്തോഷം കൊടുക്കുക, അതൊരു പ്രത്യേക സുഖമല്ലേ. ഇനി അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാവട്ടെ, വേഷങ്ങൾ അങ്ങനെ കടന്നു വരട്ടെ. ന്യൂസ് ആൻഡ് ടോസിൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു. ടോക്ക് ഷോയിൽ ഇത്രയും നേരം സംസാരിച്ചാൽ വളരെയധികം നന്ദി. താങ്ക് യു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.